ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ലോൺ ആപ്ലിക്കേഷൻ അല്ല, ലോൺ വെബ്സൈറ്റ് ആണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ ലോൺ എടുക്കണോ വേണ്ടെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ വീഡിയോ ഒന്നും കാണാതെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വെബ്സൈറ്റിനെ പറ്റി മനസ്സിലാക്കി എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. സോ വെബ്സൈറ്റിന്റെ പേര് ടാപ്പ് ഫോർ ക്രെഡിറ്റ് എന്നാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗെറ്റ് ഇൻസ്റ്റന്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. താഴെ വന്നു കഴിഞ്ഞാൽ ലോൺ അപ് ടു 1 lakh എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 12 മാസത്തെ ടെന്യൂർ കൊടുത്തിട്ടുണ്ട്. 21 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്കാണ് ലോൺ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോണിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ലോൺ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. 1 lakh എടുക്കാം. അതേപോലെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെർ മന്ത് മാക്സിമം 3% വരെ വരും. 5% വരെ പ്രോസസിംഗ് ഫീസ് വരും. മന്ത്ലി മിനിമം ഇൻകം 20,000 മേളിൽ വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം ലോൺ എടുക്കാൻ. അതുപോലെ തന്നെ ഇവരുടെ ഇമെയിലും മൊബൈൽ നമ്പറും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ RBIയുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് RNP ടെക് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു NBFC വഴിയാണ്. RBIയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന NBFC കാണാനായിട്ട് പറ്റും. സോ രജിസ്റ്റേർഡ് ആയുള്ള NBFC ആണ്, ജെന്യുവൻ ആയുള്ള NBFC ആണ്, ജെന്യുവൻ ആയുള്ള വെബ്സൈറ്റ് ആണ്. വേറെ ഇതിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് അപ്ലൈ ചെയ്യണോ വേണ്ടത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ശേഷം നമ്മൾ ജസ്റ്റ് മുന്നോട്ട് പോയി അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ OTP കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്, അത് കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ ലോൺ പർപ്പസും എമൗണ്ട് എത്ര വേണമെന്നുള്ളതും നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കാനായിട്ട് പറയും. ഇതും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ പിൻകോഡും സിറ്റിയും സ്റ്റേറ്റും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മന്ത്ലി ഇൻകമും നിങ്ങളുടെ സാലറി എങ്ങനെയാണ് ക്രെഡിറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ബാങ്ക് ആണോ, ചെക്ക് ആണോ, ക്യാഷ് ആണെന്ന്. ഇതും കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിൽ വരും. അവിടെ നമ്മുടെ പാൻ കാർഡിലുള്ള പോലെ തന്നെയുള്ള ഫുൾ നെയിമും ആധാർ കാർഡിൻ്റെ നമ്പറും പാൻ കാർഡിൻ്റെ നമ്പറും കൊടുക്കാനായിട്ട് പറയും. അത് കൊടുത്ത് ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അല്ലെന്നും കൊടുത്ത് മുന്നോട്ട് പോവുക. ശേഷം നിങ്ങൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് നിങ്ങളുടെ ഡിജി ലോക്കർ വഴി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് ആധാറായിട്ട് ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അങ്ങനെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ആധാർ KYC കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഡെസിഗ്നേഷൻ, ഇമെയിൽ ID, ആധാറായിട്ട് ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ, ഓൾട്ടർനേറ്റീവ് നമ്പറും ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഓഫീസ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും സാലറി ക്രെഡിറ്റ് ആവുന്ന ഡേറ്റും ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, റെസിഡൻസ് ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ അടുത്ത പേജിൽ ചോദിക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന രീതിയിൽ. ഇതും കൊടുത്തു കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സോ ഇവിടുന്ന് ബാങ്ക് സെലക്ട് ചെയ്യുക. നമ്മുടെ ലോൺ അഗ്രിഗേറ്റർ വഴി നമ്മുടെ മൊബൈൽ നമ്പർ OTP കൊടുത്ത് ബാങ്ക് സെലക്ട് ചെയ്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. സോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടെ വെരിഫൈ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ OTP കൊടുത്താൽ മതി. അങ്ങനെ ബാങ്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇതുപോലെ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. എനിക്ക് അവിടെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അപ്രൂവൽ കിട്ടിയ ഒരു ആളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ആൾക്കിവിടെ 8,000 രൂപയാണ് അപ്രൂവ് ആയിട്ടുള്ളത്. നമുക്ക് ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് 39 ദിവസം മാത്രമാണ്. അതായത് 1 മാസത്തിന് മേളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് റീപേ ചെയ്യേണ്ട എമൗണ്ട് 11,120 രൂപയാണ്. PF പ്ലസ് GST എന്ന് പറഞ്ഞ് കട്ടാവുന്നത് 944 രൂപയാണ്. റീപേയ്മെൻറ്റ് ഡേറ്റും പിന്നെ താഴെ ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ടും കൊടുത്തിട്ടുണ്ട് 7,056. അതായത് 7,056 അക്കൗണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 11,120 രൂപ വെറും 1 മാസം കൊണ്ട് തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. അതായത് ഓൾമോസ്റ്റ് 1 മാസം കൊണ്ട് 3,000 രൂപയുടെ മേളിൽ നിങ്ങൾ തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. സോ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാത്ത. വീഡിയോ ചെയ്യാനായിട്ട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. സോ ഞാനിത് എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല. ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. അത്യാവശ്യം 1 മാസം കൊണ്ട് 3,000-4,000 രൂപ എക്സ്ട്രാ അടക്കേണ്ട വരുമെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ പോലും ഇത്ര എമൗണ്ട് എടുക്കുന്നത് വൻ നഷ്ടമാണ്. നിങ്ങൾ ഒരിക്കലും ഇത്തരം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാതിരിക്കുക. സംഭവം ജെന്യുവൻ തന്നെയാണ്, RBI രജിസ്റ്റേർഡ് തന്നെയാണ്. ബട്ട് ഇത് സംഭവം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. മാക്സിമം ഈ ആപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. നമ്മളിതിൻ്റെ റിവ്യൂ മാത്രം ചെയ്തു എന്നുള്ളൂ, നിങ്ങൾ എടുക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. നിങ്ങൾക്ക് എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. ഞാൻ എന്തായാലും എടുക്കാൻ ആയിട്ട് പറയത്തില്ല, എടുക്കേണ്ടതേ പറയത്തുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് പേര് വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തു. ഇനിയും എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ വരാം. ബൈ.